സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ കൊണ്ട് എന്നും സമ്പന്നമായിരിക്കും തമിഴ്നാടിന്റെ രാഷ്ട്രീയം. സിനിമ, രാഷ്ട്രീയം എന്നിവ തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് പറയാം. തമിഴ് സിനിമാ ലോകം ഭരിക്കുന്നവർ തന്നെയാണ് തമിഴ് സർക്കാരിനെ ഭരിക്കുന്നത്. സിനിമാ ലോകത്തു നിന്നെത്തി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ച തമിഴ്നാട്ടിലെ പ്രധാന നടന്മാരായ എംജിആറും കരുണാനിധിയും ജയലളിതയുമെല്ലാം മൺമറഞ്ഞെങ്കിലും തമിഴ്നാടിന്റെ ഹൃദയത്തിൽ അവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. തമിഴ് സിനിമ ലോകത്തു നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തി നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സൂപ്പർ താരം വിജയുടേത്. ഒരു കാലത്ത് തെന്നിന്ത്യ അടക്കി വാണിരുന്ന നടിയായ ഖുശ്ബു. വിജയ് ഒരു പാർട്ടിയിലും അംഗമാകാതെ സ്വന്തമായൊരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഖുശ്ബു ഇപ്പോൾ കോൺഗ്രസ് വഴി ബിജെപിയിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും അവസാനമായി പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട് ബിജെപി അധ്യക്ഷയായി അണ്ണാമലയ്ക്ക് പകരം നടി ഖുശ്ബുവിനെ നിയമിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനമെന്നാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിൽ താരം സജീവമായത്. താരം തന്നെ തമിഴ്നാട്ടിൽ ബിജെപി അധ്യക്ഷയാകുമെന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലെ അധ്യക്ഷനായ അണ്ണാമലൈ ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് നടിയെ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് മാധ്യമങ്ങൾ പറയുന്നു. നടൻ വിജയ് പുതിയ പാർട്ടിയുമായി രംഗത്തെത്തുമ്പോൾ വിജയിനെ എൻഡിഎ ക്യാമ്പിൽ എത്തിക്കുക എന്ന ദൗത്യവും താരത്തിന് മുന്നിലുണ്ടെന്ന് പറയപ്പെടുന്നു. നടൻ വിജയുടെ പുതിയ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിനു വേണ്ടി ബിജെപി നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് നടിയുടെ ആദ്യത്തെ പ്രതികരണം. തന്റെ സഹോദരനായ വിജയ് വളരെയധികം ബുദ്ധിമാനാണെന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ്ക്ക് ആശംസകൾ നേരുന്നുവെന്നും ഖുശ്ബു പറഞ്ഞു. താരം ദേശീയ വനിതാ കമ്മീഷനാകുന്നത് 2023 ഫെബ്രുവരി 27-നായിരുന്നു. ഈ മാസം 28-ന് അണ്ണാമലൈ ലണ്ടനിലേക്ക് പോകും. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വെറും പ്രവർത്തകനായിരിക്കുമെന്ന ധ്വനിയും ഖുശ്ബു പറയുന്നു. കൂടാതെ അധ്യക്ഷ പദവിയിലേക്കുള്ള ഖുശ്ബുവിന്റെ നടപടിയിൽ പാർട്ടിയിൽ ഒരു വിഭാഗം അതൃപ്തരാണെന്നുമുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ബിജെപിയിൽ സജീവ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വാനതി ശ്രീനിവാസനെയും വിജയധാരണിയെയും വനിതാ നേതാക്കൾ ഉള്ളപ്പോൾ ഖുശ്ബുവിന് എന്തിനാണ് അധ്യക്ഷ പദവി നൽകുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. നടി 2010-ലായിരുന്നു DMK-യിലൂടെ രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് 2014-ൽ കോൺഗ്രസിൽ ചേർന്നു. തുടർന്ന് 6 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് 2020-ഓടെയായിരുന്നു ബിജെപിയിലേക്ക് എത്തിയത്. 21 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൗസൻഡ്സ് ലൈറ്റ്സ് മണ്ഡലത്തിൽ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ നടി ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിൽ എത്തിയത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, ഉദയനിധിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാരോഹണം തുടങ്ങിയവയടക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രധാന വഴിത്തിരിവുകളുടെ ഈ സമയത്താണ് അണ്ണാമലൈ പ്രവർത്തന രംഗത്തു നിന്നും ഇപ്പോൾ മാറി നിൽക്കുന്നത്. ഇതിന്റെയൊക്കെ അസംതൃപ്തി കാരണമാണ് അണ്ണാമലയ്ക്ക് പകരം ഖുശ്ബുവിനെ അധ്യക്ഷയാക്കാൻ ബിജെപി നേതൃത്വം തീരുമാനിച്ചതെന്ന ആരോപണം ഉയരുന്നുണ്ട്.